വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത ക്ലാസ് വേറെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക കേട്ടോ, ആ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ ഉണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റേജ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും. സ്റ്റേജ് 2 ക്യാൻസലായി, എന്നാലും ചോദ്യപേപ്പർ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി സ്റ്റേജ് 3ഉം 4ഉം ഇനി ക്യാൻസലായിപ്പോയ സ്റ്റേജ് 2വിലും മിക്കവാറും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ PYQ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ സി നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്. ഓപ്ഷൻ ബി 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? P. വത്സല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ളയാണ്. ഓർത്തു വെച്ചോണം, ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ള. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി 15. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ. ഇപ്പോൾ കേരളത്തിൽ 2026 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാമത്തെ. ഓർത്തു വയ്ക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതായത് കേരളത്തിൽ 2026 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാം നിയമസഭ. അത് പ്രത്യേകം ഓർത്തു വെച്ചോണം കേട്ടോ. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ബി EOS 04. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ K. കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? K. കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? താലോലം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. അതായത് ഈ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയിൽ 8ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. ഓർത്തു വയ്ക്കുക, ലേറ്റസ്റ്റ് ആയിട്ട് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. ഓക്കെ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ലൂണി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ലൂണി. താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്ന നദികളാണ് നർമ്മദ, മഹാനദി, കാവേരി. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്ന നദികൾ നർമ്മദ, മഹാനദി, കാവേരി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ ഒക്കെ പറഞ്ഞു തന്നതാണ്. ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് മഴ ഉണ്ടാവാൻ കാരണം മേഘങ്ങളാണല്ലോ. അപ്പം എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലായിരിക്കും? മേഘാലയയിൽ. അതങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. മഴയുണ്ടാകാൻ കാരണം എന്താ? മേഘാലയല്ല, മേഘമാണ് മഴയുണ്ടാകാൻ കാരണം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിൽ. ഓക്കെ, ഇനി ഇതാരും മറക്കരുത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് ഓർത്ത് വെച്ചിരിക്കുന്നതല്ലേ. മഴ, മേഘം, മേഘാലയ, മൗസിൻഡം. ഓക്കെ. ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി സോജില. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഓപ്ഷൻ എ ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഓപ്ഷൻ ബി NW2. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി? ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള
നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിൽ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4 കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഓപ്ഷൻ സി 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭാഗം 4 കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമ്മാർജ്ജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ തൃശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഓപ്ഷൻ സി മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു? ഓപ്ഷൻ സി ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 1812 ആരംഭിച്ച കുറിശ്യ കലാപത്തിന്റെ നേതാവ്? ഓപ്ഷൻ ഡി രാമനമ്പി. 1812 ആരംഭിച്ച കുറിശ്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി
ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിൽ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? ഓപ്ഷൻ ബി സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ ഡി വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി പി മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി കരൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ എ വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എംഫിസീമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി.
കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. ഓപ്ഷൻ സി അക്ഷയ. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയ. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. ഓർത്തു വയ്ക്കുക, തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ്? ഓപ്ഷൻ സി സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായി പ്രവർത്തിച്ച്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്? ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? ഓപ്ഷൻ ബി 30 ഡിഗ്രി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി. പതനകോണിൻ്റെയും പ്രതിപതന കോണിൻ്റെ അളവ് എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. ഇപ്പം 60 ആണെങ്കിൽ 60 തന്നെ ആയിരിക്കും. 60 പതനകോണെങ്കിൽ അതിൻ്റെ പ്രതിപതന കോണിൻ്റെ അളവും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കുക. പതനകോണിൻ്റെയും പ്രതിപതന കോണിൻ്റെ അളവ് സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ഡിഗ്രിയാണ് പതനകോണെങ്കിൽ അതിൻ്റെ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? ഓപ്ഷൻ സി യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ ഡി LPG. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ഓപ്ഷൻ ബി ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജ് 1-ലും 2-ലും ഉള്ള ചോദ്യപേപ്പറുകളിൽ കണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയറിന് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. പിന്നെ സിലബസിലുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യുക. ശനിയാഴ്ചയാണ് എക്സാം. ഇനിയും 2-3 ദിവസവും കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയല്ലേ ആയുള്ളൂ. വ്യാഴവും വെള്ളിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പോർഷൻസ് സിലബസിലെ കവർ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പെട്ടെന്ന് ആ ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മാത്സിൻ്റെ ഫോർമുലാസ് എല്ലാം പഠിച്ച് വെക്കുക കേട്ടോ. ഫോർമുല സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്, വലിയ കട്ടിയൊന്നുമില്ല. 10th ലെവലിൽ അതിൽ മാത്സിന് എനിക്ക് തോന്നുന്നു 10th ലെവലിൽ വലിയ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള കണക്കുകളെക്കാളും കൂടുതൽ സാധാരണ ചെയ്യാനുള്ള കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടുള്ള കണക്കുകളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സുകളൊക്കെ പഠിക്കുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതും കൂടെ കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഈ 80 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി കേൾക്കാൻ സമയമുള്ളവർ, ഈ ക്ലാസ് കാണാൻ സമയമുള്ളവർ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് കാണുക.
കണ്ട് പഠിക്കുക കേട്ടോ. വെറുതെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, കണ്ടിട്ടും കേട്ടിട്ടും കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് കേട്ടാൽ മതി. അപ്പം നമുക്ക് ഓർമ്മയൊക്കെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ വേറൊരു പഠിക്കാനുള്ളൊരു ഇപ്പം മറ്റന്നാളാണല്ലോ എക്സാം, ശനിയാഴ്ചയാണല്ലോ എക്സാം. അപ്പോൾ നിങ്ങൾ വേറൊരു പഠിക്കാനുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങളെല്ലാവരും എല്ലാം പഠിച്ച് കഴിഞ്ഞിരിക്കുമായിരിക്കും, റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ, ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ കാണുമല്ലോ 10th പ്രിലിംസിൻ്റെ, അതെടുത്തിട്ട് നിങ്ങൾ ഓരോ പേജും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വിടുക. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഉള്ളതൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അറിയത്തില്ലാത്ത പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അറിയാവുന്ന ജസ്റ്റ് മറിച്ച് വിട്ടാൽ മതി. കണ്ട് വിടുക. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ ഇല്ലേ, അത് ജസ്റ്റ് കണ്ടങ്ങ് വിടുക. അറിയത്തില്ലാത്തത് ഒന്നുകൂടി ഒന്ന് നോക്കി 2 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലെത്തുക. ഓക്കെ, അങ്ങനെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് പുരസ്കാരങ്ങൾ പഠിക്കുക. നോബൽ പുരസ്കാരം ഉൾപ്പെടെ എല്ലാം പഠിക്കുക. പുരസ്കാരങ്ങളെല്ലാം പഠിച്ചേക്കുക. 2025-ലെയും 26-ലെയും പിന്നെ അതിന് മുമ്പത്തെ അത്യാവശ്യമുള്ളതൊക്കെ പഠിക്കുക കേട്ടോ. 2025-26 മസ്റ്റായിട്ടും പഠിക്കണം പുരസ്കാരങ്ങൾ. അതുപോലെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉറപ്പായിട്ടൊരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ, മിക്കവാറും വരും. അപ്പോൾ അതെന്തായാലും പഠിക്കുക. പിന്നെ ഏതാണ്, പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റീസെൻ്റ്ലി നടന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. പിന്നെ നമ്മുടെ ഈ നവോത്ഥാനത്തിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നവോത്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ, ഭരണഘടന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഭൂപ്രകൃതി, അത് കേരളത്തിൻ്റെ ഇന്ത്യയുടെയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് ബേസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതൊന്നും നിങ്ങൾ വിട്ടുകളയരുത്. അതൊക്കെ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതൊക്കെ നമ്മൾ മറന്നുപോയി വെറുതെ ജസ്റ്റ് ഒരു ഓർമ്മക്കുറവ് കൊണ്ട് ചിലർ തെറ്റിക്കും. അങ്ങനെ ചെയ്യരുത്. അത് ആ റിപ്പീറ്റായിട്ട് PSC ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറേ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.